മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം വായിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലത്തെ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യം. അവർ പുറപ്പെട്ടു, എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ആ വാക്യത്തിൻ്റെ 2-ാം ഭാഗമാണ് ഇന്ന് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. എന്നോട് ചേർന്ന് പറഞ്ഞേ, കർത്താവ് ഞങ്ങളോട് കൂടെ പ്രവർത്തിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നു. കർത്താവ് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നു. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഇപ്പോൾ എളിയവരും ബലഹീനരും സാധാരണക്കാരുമായ ഒരു കൂട്ടരുടെ കൂടെ ചേർന്ന് നിന്ന് കർത്താവ് എന്ത് ചെയ്യുകയാണ്? കർത്താവ് പ്രവർത്തിക്കുകയാണ്. ഇന്ന് പകൽ നിനക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, നിനക്കൊരു മാന്യതയുണ്ട്. നിന്നോടുകൂടെ കർത്താവ് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ ദൈവത്തിൻ്റെ വേലക്കാരെന്നല്ല പറഞ്ഞത്, പകരമോ ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ എന്ന് പറയുകയാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. ആമേൻ. ആകയാൽ ദൈവം നമ്മോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ആമേൻ. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. അടുത്ത ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം തൻ്റെ വചനത്തെ ഉറപ്പിച്ചു. എങ്ങനെയാണ് ദൈവം തൻ്റെ വേർഡിനെ ഉറപ്പിച്ചത്? ദൈവം തൻ്റെ വാക്കുകളുടെ കൺഫർമേഷന് വേണ്ടി ദൈവത്തിന് 1000 കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. നോഹയുടെ അടുക്കൽ പറഞ്ഞു, നോഹ, ഞാനിനിയും ലോകത്തെ നശിപ്പിക്കാൻ തക്കവണ്ണം ഒരു പെരുവെള്ളം വരുത്തുകയില്ല. അതിനൊരു ഉറപ്പ് ഞാൻ നിനക്ക് തരാം. ഇതാ ആകാശത്തിന്മേൽ സപ്തവർണ്ണങ്ങളുള്ള ഒരു മഴവില്ല് തെളിയും. അത് എൻ്റെ വില്ലാണ്. ആ വില്ലുകൊണ്ട് ഞാൻ നിനക്കൊരു അടയാളം തരുന്നു. അതെ, ഇത് എനിക്കും നിനക്കും തമ്മിലുള്ള ഞാൻ നിന്നോട് പറഞ്ഞ വാക്കിൻ്റെ ഉറപ്പാകുന്നു എന്ന് പറഞ്ഞു. ഏറെക്കാലങ്ങൾക്ക് ശേഷം ന്യായാധിപന്മാരുടെ കാലത്ത് പാറമേൽ വെച്ച കഷ്ണവും ചാറും തീ പുറപ്പെട്ട് ദൂതൻ ദഹിപ്പിക്കുമ്പോൾ ദൈവം തൻ്റെ വാക്കിനെ ഉറപ്പിക്കുകയായിരുന്നു. ദൈവം പുരാതന കാലങ്ങളിലൊക്കെ തൻ്റെ വാക്കിന് ഉറപ്പ് നൽകിയത് പ്രപഞ്ചത്തിൽ അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടാണ്. പക്ഷേ കർത്താവായ യേശു ഭൂമിയിൽ വന്നനന്തരം പറയുകയാണ്, ഞാൻ ഇനിയും ഒരു മനുഷ്യന് പറയുന്ന വാക്കിനെ ഉറപ്പിക്കാൻ എൻ്റെ വില്ലുകൊണ്ട് മേഘത്തിൽ വെച്ചതുപോലെ, ആമേൻ, ആകാശത്തു നിന്ന് തീ ഇറങ്ങിയതുപോലെ ഞാനിനി നിങ്ങളുടെ കയ്യിൽ കൂടെ ചില കാര്യങ്ങൾ ചെയ്യും. ആ നിങ്ങളുടെ കൈകളുടെ പ്രവർത്തികൾ, നിങ്ങളുടെ കയ്യിൽ കൂടി നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ വേർഡിൻ്റെ കൺഫർമേഷൻ ആയിരിക്കുക. ഞാൻ ഒരുത്തനോട് പറഞ്ഞത് അതങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഞാൻ നൽകുന്ന ഉറപ്പ് നിൻ്റെ കയ്യിൽ കൂടെ നടക്കുന്ന ചില പ്രവർത്തികളായിരിക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുത്തന് കൊടുക്കുന്ന വേർഡിൻ്റെ ഷുവർട്ടി ആയിട്ട് നിന്നെ ഉപയോഗിക്കുമെന്ന്. ആമേൻ. ഞാനും നിങ്ങളും തമ്മിൽ ഒരു ഡീഡ് ഏർപ്പെട്ടാൽ, സ്തോത്രം, 500-ൻ്റെയോ 1000-ൻ്റെയോ 10,000-ൻ്റെയോ ഒക്കെ ഒരു മുദ്രപത്രം മേടിച്ച് ആ മുദ്രപത്രത്തിൽ എഴുതുമ്പോൾ അതൊരു അടയാളമാണ്. കർത്താവ് പറയുകയാണ്, നീ എൻ്റെ മുദ്രപത്രമായിരിക്കുക, നിന്നിൽ കൂടെ ആയിരിക്കുക, എൻ്റെ അഷുറൻസ് നിന്നിൽ കൂടെ ആയിരിക്കുക, എൻ്റെ കൺഫർമേഷൻ നിന്നിൽ കൂടെ ആയിരിക്കും എൻ്റെ ഡീഡ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നെ തിരഞ്ഞെടുത്തതിൻ്റെ, യേശു നിന്നെ വിളിച്ചു വേർതിരിച്ചതിൻ്റെ കാരണം, ഇന്നലകളിൽ ആകാശത്തിൽ മഴവില്ല് വെച്ച് ദൈവം പ്രവർത്തിച്ചത് ഇന്ന് നിൻ്റെ കയ്യിൽ കൂടെ ചെയ്യാനാണ്. ഇന്നലകളിൽ ആകാശത്തെ മേഘത്തിൽ കൂടെ പ്രവർത്തിച്ചത് നിൻ്റെ കരങ്ങളിൽ കൂടെ ചെയ്യുവാനാണ് ദൈവം നിന്നെയും എന്നെയും നമ്മെയും തിരഞ്ഞെടുത്തത്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്തിൻ്റെ വാക്കുറപ്പിക്കുന്നത് എൻ്റെ പ്രവർത്തികളിൽ കൂടെയായിരിക്കുക. ദൈവത്തിൻ്റെ വാക്കുറപ്പിക്കുന്നത് എൻ്റെ പ്രവർത്തികളിൽ കൂടെയായിരിക്കുക. ആമേൻ. ഞാനതിൻ്റെ 1-ാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിച്ചു. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ടെ, ദൈവം എൻ്റെ കൂടെ പ്രവർത്തിക്കുക. ദൈവവും ഞാനും കൂടെ പ്രവർത്തിക്കുക. ആമേൻ. ദൈവവും ഞാനും കൂടെ പ്രവർത്തിക്കുക. പ്രവർത്തനത്തിൻ്റെ 3 തലങ്ങളുണ്ട്. 1, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക. 2, നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. എന്നാൽ അതിൻ്റെ കാലങ്ങൾക്കിപ്പുറം പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്
നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും കഴിഞ്ഞു. പകരം ഇനിയും എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ഇന്ന് പകൽ സ്വർഗത്തിലേക്ക് കൺകൾ ഉയർത്തിപ്പറ, അപ്പാ ഞാൻ അങ്ങയോട് ചേർന്ന് പ്രവർത്തിക്കുക, ഞാൻ അങ്ങയോട് ചേർന്ന് പ്രവർത്തിക്കുക. ആമേൻ. ദൈവവുമായിട്ട് ഒന്ന് കരത്തോട് കരം ചേർന്ന് പ്രവർത്തിക്കുന്ന ദൈവമഹത്വം. ആമേൻ. ഒരു ദൈവ പൈതൽ, ഒരു അഭിഷക്തൻ, ഒന്ന് അവൻ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവനാണ്. എന്നാൽ ദൈവത്തോട് മാത്രമല്ല അവൻ ചേർന്ന് പ്രവർത്തിക്കുന്നത്. വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലനെ സ്വർഗത്തിൻ്റെ അനന്തതകളിലേക്ക് കൊണ്ടുപോയി സകലതും കാട്ടിക്കൊടുത്ത ശ്രേഷ്ഠ ദൂതൻ്റെ മുൻപാകെ യോഹന്നാൻ വീണ് നമസ്കരിക്കുവാൻ തുടങ്ങുമ്പോൾ ദൂതൻ പറഞ്ഞു, നീ എന്നെ നമസ്കരിക്കണ്ട, പകരം ഞാനും നീയും ആരാണ്? സഹപ്രവർത്തകരാണ്. ഇന്ന് പകൽക്കാല നിന്റെ റലം നീ മനസ്സിലാക്കണം, നിന്റെ ഐഡൻറ്റിറ്റി നീ മനസ്സിലാക്കണം. നിന്റെ കലീഗ് ഏഞ്ചൽസ് ആണ്, നിന്റെ മാസ്റ്റർ ദൈവമാണ്. ഇന്ന് പകൽ നീ ആരാണ്? നിന്റെ വിളി എന്താണ്? നിന്റെ അഭിഷേകം എന്താണ്? നിന്റെ തെരഞ്ഞെടുപ്പ് എന്താണ്? നിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് നീ തിരിച്ചറിയണം. ആമേൻ. നീ ഏതെങ്കിലും വഴിയിൽ നിൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നവനല്ല. നിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു പാർട്ടിയല്ല, സംഘടനയല്ല, പ്രസ്ഥാനമല്ല. നീ ദൈവത്തിൻ്റെ കൂടെ കൈകോർത്തു നിൽക്കുന്നവനാണ്. നിന്റെ സഹപ്രവർത്തകർ ദൂതന്മാരാണ്, നിന്റെ സ്നേഹിതർ ദൂതന്മാരാണ്. ഇന്ന് പകൽ നീ ആരാധനയിൽ ഇരിക്കുമ്പോൾ നിന്റെ ബന്ധങ്ങൾ ആത്മതലവുമായിട്ടാണ്, നിന്റെ കണക്ഷനുകൾ സ്വർഗവുമായിട്ടാണ്. നിനക്കൊരപ്പനുണ്ട്, നിനക്കൊരു യജമാനനുണ്ട്, നിനക്കൊരു സ്നേഹിതനുണ്ട്, നിന്റെ കരം പിടിച്ച് നിന്റെ കൂടെ പ്രവർത്തിക്കുന്നവൻ. ജീസസ്, ജീസസ്. ദൈവം ഒരു മനുഷ്യൻ്റെ കൂടെ ഒന്ന് വസിക്കും. ആമേൻ. 3 വിധത്തിലാണ് ദൈവം കൂടെ എന്ന് പറയുമ്പോൾ. യേശു എന്ന വാക്കിന്, ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്. എന്നാൽ ദൈവം നമ്മോട് കൂടെ എന്ന വാക്കിന് പൂർണ്ണതയില്ല. ദൈവം നമ്മോട് കൂടെ എന്ന വാക്ക് പൂർണ്ണമല്ല. അതൊരു സെൻറ്റൻസ് അല്ല, അതൊരു ഫ്രേസ് മാത്രമാണ്. ദൈവം നമ്മോട് കൂടെ, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് ചേർത്താൽ മാത്രമേ ആ സെൻറ്റൻസ് പൂർണ്ണമാകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ആ വാക്കിനെ പൂർത്തീകരിക്കുക. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. ബാക്കി പറഞ്ഞേ. ഒന്നാമത് പറയാ, ദൈവം നമ്മോട് കൂടെ വസിക്കും. ആമേൻ. ദൈവം നമ്മോട് കൂടെ വസിക്കുക. 2, ദൈവം നമ്മോട് കൂടെ സഞ്ചരിക്കുക. 3, ദൈവം നമ്മോട് കൂടെ പ്രവർത്തിക്കുക. ഇമ്മാനുവേൽ എന്ന പദ്ധതി പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ, ദൈവം മനുഷ്യനോട് കൂടെ ഇറങ്ങി വരുന്ന പദ്ധതി പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ, 1, ദൈവം നമ്മോട് കൂടെ വസിക്കണം. 2, ദൈവം നമ്മോട് കൂടെ സഞ്ചരിക്കണം. 3, ദൈവം നമ്മോട് കൂടെ പ്രവർത്തിക്കണം. ഞാൻ ഈ ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. 1, ദൈവം നമ്മോടുകൂടെ വസിക്കണം. എന്തിനാണ് ദൈവം ഒരു മനുഷ്യനോടുകൂടെ വസിക്കുന്നത്? ദൈവം ഒരു മനുഷ്യനോടുകൂടെ വസിക്കുമ്പോൾ അവനിലുണ്ടാകുന്ന ചില പ്രത്യേകതകളുണ്ട്. ലേവ്യ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 26-ാം അധ്യായം 11-ാം വാക്യം, ലേവ്യ പുസ്തകം 26:11, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി നിങ്ങളുടെ ഇടയിൽ താമസിക്കുവാൻ തുടങ്ങുമോ? ആമേൻ. ഞാൻ നിങ്ങളുടെ ഇടയിൽ താമസിക്കാൻ തുടങ്ങിയാൽ എന്താണ് പ്രത്യേകത എന്നറിയാമോ? എനിക്ക് നിങ്ങളെ വെറുക്കാൻ കഴിയത്തില്ല. എനിക്ക് നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം വലിയതായി മാറ്റപ്പെടും. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ, ആമേൻ, ദൈവ സാന്നിധ്യത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ദൈവത്തിന് വെറുക്കാൻ കഴിയത്തില്ല. ആമേൻ. അതിനെക്കാട്ടിലും അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാകാം, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? എൻ്റെ സാന്നിധ്യം നിന്നെ എൻ്റെ ജനമാക്കി മാറ്റോ. എൻ്റെ സാന്നിധ്യം നിന്നെ എൻ്റെ ജനമാക്കി മാറ്റോ. ആമേൻ. ദൈവം നമ്മോട് കൂടെ വസിച്ചാൽ നമ്മൾ ആരായി തീരോ? നമ്മൾ പണക്കാരായി തീരുമെന്നോ, നമ്മൾ മിടുക്കന്മാരായി തീരുമെന്നോ, നമ്മൾ വലിയ പുള്ളികളായി തീരുമെന്നോ എന്നതിനെക്കാട്ടിൽ എല്ലാറ്റിലും ഉപരി ഒന്ന് പറയാൻ കഴിയോ? ദൈവം എന്നോടുകൂടെ വസിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കുക, ഞാൻ ദൈവത്തിൻ്റെ പൊസഷൻ ആയിരിക്കുക, ഞാൻ ദൈവത്തിൻ്റെ മകനായിരിക്കുക, ഞാൻ ദൈവത്തിൻ്റെ മകളായിരിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ദൈവ സാന്നിധ്യം ദൈവം ക്യാരി ചെയ്യുമ്പോൾ, നിങ്ങളോടുകൂടെ ദൈവം വസിക്കുമ്പോൾ, നിങ്ങളോടുകൂടെ ദൈവം കൂടെ നിൽക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുക. ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ ദൈവത്തിൻ്റെതാക്കി തീർക്കുക. യെഹെസ്കേലിൻ്റെ പുസ്തകം 37:27 മനോഹരമായിരിക്കുന്ന ഒരു പ്രവാചക വാക്യ. യെഹെസ്കേൽ 37:27 ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ നിവാസം അവരോടുകൂടെ ഉണ്ടാകും, അവിടെ വീണ്ടും ആവർത്തി
ആവർത്തിക്കുകയാണ്, ഞാൻ അവർക്ക് ദൈവമോ അവർ എനിക്ക് ജനവുമായിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നെ ദൈവവുമായിട്ടൊരു വല്ലാത്ത ബന്ധത്തിലേക്ക് കൊണ്ടുപോകാം. ആമേൻ. ആർക്കും പിളർക്കാൻ കഴിയാത്ത, ആർക്കും ചിതറിക്കാൻ കഴിയാത്ത ഒരു ഐഡന്റിറ്റി നിനക്ക് നൽകുക. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ഭാഗമാണ്, നിങ്ങൾ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരോ ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യം നമ്മളെ ദൈവത്തിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാക്കി മാറ്റുക. ദൈവത്തിൻ്റെ കുടുംബത്തിലെ ഒരു അംഗം കേട്ടോ. ദൈവം നമ്മോടുകൂടെ വസിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ജനമായി മാറ്റപ്പെടുന്നു. 2, ഈ ദൈവത്തിൻ്റെ ജനമാകുമ്പോൾ എന്താണ് അതിൻ്റെ എഫക്റ്റ്? യെഹെസ്കേൽ 37:27 നിത്യതയെക്കുറിച്ചുള്ള ദർശനത്തെ, സഹസ്രാബ്ദത്തെക്കുറിച്ചുള്ള ദർശനത്തെ ചൂണ്ടിക്കാട്ടി പ്രവാചകനോട് ദൈവം പറഞ്ഞു, ഞാൻ അവരോടുകൂടെ വസിക്കും, അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. അതിൻ്റെ പൂർത്തീകരണ പ്രവചനം വെളിപ്പാട് പുസ്തകം 21 കടന്നു വരുമ്പോൾ കാണുവാൻ കഴിയുക. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, സിംഹാസനത്തിൽ നിന്നൊരു ശബ്ദം പറയുന്നതായി ഞാൻ കേട്ടോ, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാര, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. ഇത് യെഹെസ്കേൽ 37:27. എന്നാൽ അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ ഇമ്പാക്റ്റ് അടുത്ത വാക്യത്തിൽ 21-ാം വാക്യത്തിൽ പറയുകയാണ്. ആമേൻ. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയുക. ഇന്ന് പകൽക്കാല സ്വകണ്ണുകളിൽ കൈകൾ വെച്ചിട്ട് പറഞ്ഞിട്ട്, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കണ്ണുനീരിനെ തുടച്ചു കളയുന്നതാണ്. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കണ്ണുനീരിനെ തുടച്ചു കളയുന്നതാണ്. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. ദൈവം നിനക്ക് വേണ്ടി കാര്യങ്ങളെ പുതുതാക്കി തുടങ്ങുക. ഇന്ന് പകലാധരം തുറന്ന് വിശ്വാസത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ സങ്കടങ്ങളെ മാറ്റുക. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം 1 നിന്നെ ദൈവത്തിൻ്റെ ജനമാക്കുക. 2 ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ അവസ്ഥകളെ മാറ്റി, നിന്റെ സങ്കടങ്ങളെ മാറ്റി നിന്നെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകുക. 3 ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉള്ളതിൻ്റെ പ്രത്യേകത 132-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 132-ാം സങ്കീർത്തനം അതിൻ്റെ 13-14 വാക്യങ്ങളിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയോ അതിനെ തൻ്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു, അത് എന്നേക്കും എൻ്റെ വിശ്രാമമാകുന്നു. അവിടെ ദൈവം പ്രവർത്തിക്കുന്നുവെന്നല്ല പറഞ്ഞത്, ദൈവം അവിടെ റെസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ ആ സാന്നിധ്യം, ദൈവം ഒന്നും പ്രവർത്തിക്കാതെ ദൈവം അവിടെ വിശ്രമിക്കുന്നു. അതിൻ്റെ അടയാളം എന്താണെന്നറിയാമോ? അതിനെ ഇച്ഛിച്ചിരിക്കയാൽ അവിടെ വസിക്കുക. അപ്പൊ ദൈവ സാന്നിധ്യം നിന്റെ മേൽ കിടക്കുമ്പോൾ അതൊരു ടെസ്റ്റിമണിയാണ്, അതൊരു സാക്ഷ്യമാണ്. നിന്റെ ദൈവത്തിന് നിന്നോട് വല്ലാത്ത ഇഷ്ടമുണ്ടെന്ന്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ, നിന്നോടുകൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് എന്ത് നേടി തന്നുവെന്നതിനെക്കാട്ടിലും പ്രധാനമായി ഞാൻ പറയട്ടെ, നിന്നോടുകൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നോടൊരു കാര്യം പറയുകയാണ്, അവന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് പകൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവജനം തിരിച്ചറിയണോ? എൻ്റെ ദൈവത്തിന് എന്നോടൊരു ഇഷ്ടമുണ്ട്, എൻ്റെ കാന്തൻ എന്നോടൊരു പ്രണയമുണ്ട്, എൻ്റെ അപ്പൻ എന്നോടൊരു വാത്സല്യമുണ്ട്. ഇന്ന് പകൽ ഈ ആരാധനയിൽ നീ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞോ? അങ്ങനെയെങ്കിൽ ഞാൻ നിന്നോട് പറയാ, നിനക്കുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അത് നിന്നോടുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ വിടുതൽ കിട്ടുന്നില്ലായിരിക്കാം, പക്ഷേ നിന്റെ പ്രാർത്ഥനയിൽ നീ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ? അവന് നിന്നോട് ഇഷ്ടമുണ്ട്. നീ എത്ര പ്രാർത്ഥിച്ചിട്ടും നിനക്ക് പുതിയ ജോലി കിട്ടുന്നില്ലായിരിക്കാം, നീ എത്ര പ്രാർത്ഥിച്ചിട്ടോ നിനക്കൊരു പുതിയ വഴി കാണുന്നില്ലായിരിക്കാം, പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നീ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാമീപ്യം നീ അറിയുന്നുണ്ടോ? അത് നിന്നോടുള്ള ഒരു ഉറപ്പാണ്, അവന് നിന്നെ ഇഷ്ടമാണ്. ഇന്ന് പകൽ നീ തിരിച്ചറിയണം, ദൈവം ഇഷ്ടക്കേടുള്ളവരുടെ ഇടയിൽ വസിക്കത്തില്ല. ദൈവം ഒരുത്തൻ്റെ അടുക്കൽ ഇറങ്ങിയാൽ, ദൈവം ഒരുത്തൻ്റെ വീട്ടിൽ വന്നാൽ, ദൈവം ഒരുത്തൻ്റെ വീട്ടിൽ വസിച്ചാൽ അതിൻ്റെ അടയാളം ഇതാണ്, ദൈവത്തിന് അവനെ ഒത്തിരി ഇഷ്ടമാണ്. ഇന്ന് പകൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന, ദൈവ സാന്നിധ്യം രുചിച്ചറിയുന്ന ദൈവജനം കരമടിച്ച് ദൈവത്തിന് സ്തുതി പറഞ്ഞ്, എൻ്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്. വായി തുറന്ന് പറഞ്ഞ്, എൻ്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്, എൻ്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്, എൻ്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്.
ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്. മനുഷ്യൻ ഒറ്റപ്പെടുത്തി തള്ളിക്കളഞ്ഞ ഏകാന്തതകളിൽ അപ്പൻ നിന്റെ അടുക്കൽ ഇറങ്ങി വന്നത് നിന്നോട് മൗനമായിട്ടൊന്ന് പറയുകയാണ്. അകറ്റിവിട്ട ആയിരങ്ങളെക്കാട്ടിലും ചേർത്ത് പിടിക്കുന്ന എനിക്ക് നിന്നോടൊരു ഇഷ്ടമുണ്ട്. ഇന്ന് പകലാധരം തുറന്ന് പറഞ്ഞാട്ട്, എൻ്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്, എൻ്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്. കർത്താവിൻ്റെ അടുക്കൽ ചോദിക്കുക, കർത്താവെ അങ്ങെന്തിനാണ് അവൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നത്? കർത്താവെ അവനാ മോങ്ങി കരയുന്നിടത്ത് ദൈവം എന്തിനാ പോകുന്നത്? കർത്താവെ അവനാ കണ്ണുനീര് മൂക്കളയും ഒലിപ്പിച്ച് ആ പായെ കുത്തിയിരിക്കുമ്പോൾ നീ എന്തിനാ അവിടെ പോകുന്നത്? അത് നിന്റെ മഹത്വത്തിനൊത്തതാണോ? സ്വർഗസിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ദൈവമേ, മഹോന്നത പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവേ, നീ എന്തിനാ മൂക്കളെ ഒലിപ്പിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കീറപ്പായിൽ ഇരിക്കുന്ന അവന്റെ അടുക്കൽ ഇറങ്ങി ചെല്ലുന്നത്? അപ്പൻ പറയോ, എനിക്കവനെ ഇഷ്ടമാ, അതുകൊണ്ടാ ഞാൻ അവിടെ ഇറങ്ങി ചെല്ലുന്നത്. ജീസസ്. ദൈവത്തിന്റെ സാന്നിധ്യം ഒന്ന്, നമ്മെ തൻ്റെ ജനമാക്കി തീർക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം രണ്ട്, അത് നമ്മുടെ അവസ്ഥകളെ മാറ്റും, കണ്ണുനീരിനെ തുടയ്ക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം 3, അത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. മാനിഫെസ്റ്റേഷൻ ഓഫ് ഹിസ് ലവ്. ആമേൻ. 4-മതായി ദൈവത്തിൻ്റെ സാന്നിധ്യം നാം ശ്രദ്ധിച്ചാൽ, സ്തോത്ര, സെഖറിയാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അന്നാളിൽ പല ജാതികളോ യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരോ, ഞാൻ നിന്റെ മധ്യയെ വസിക്കാം. ആ വാക്യം അങ്ങനെയല്ല വായിക്കേണ്ടത്. അതിൻ്റെ 2-ാം ഭാഗം വായിച്ചിട്ട് ആദ്യ ഭാഗം വായിച്ചേ. ഞാൻ നിന്റെ മധ്യയെ വസിക്കും, ആ നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. ഒരിക്കൽ കൂടെ പറയാം, ദൈവം നിന്റെ മധ്യയെ വസിച്ചാൽ ആ പല ജാതികളും ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ജനമായി മാറ്റപ്പെടും. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ദൈവ സാന്നിധ്യമുള്ള ഒരു ചർച്ച് വളർന്നുകൊണ്ടേയിരിക്കുക. ദൈവ സാന്നിധ്യമുള്ള ഒരു ചർച്ചിനകത്ത് ജനം വന്നുകൊണ്ടേയിരിക്കുക. ദൈവ സാന്നിധ്യമുള്ള ഇടത്ത് ആമേൻ അനേകരും പല ജാതികളും ഇണങ്ങി വരുവാനിടയായി തീരും. ഇന്ന് പകൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ ബന്ധങ്ങളെ വർദ്ധിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം പല ജാതികളും യഹോവയോട് ചേർന്ന് ദൈവത്തിന് ജനമായി തീരുക. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇന്ന് പകൽ തിരിച്ചറിയണം, ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് ബന്ധങ്ങളെ കൊണ്ടുവന്ന് നൽകുക. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ സഭയുടെ ഏതൊരു ദൈവ സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ അവിടെ ജനം വന്നു ചേരും. LED സ്ക്രീൻ അല്ല ജനത്തെ കൊണ്ടുവരുന്നത്, സ്പോട്ട് ലൈറ്റുകളല്ല ജനത്തെ കൊണ്ടുവരുന്നത്, മ്യൂസിക് സിസ്റ്റം അല്ല ജനത്തെ കൊണ്ടുവരുന്നത്, ബാനറുകളും പോസ്റ്ററുകളും അല്ല ജനത്തെ കൊണ്ടുവരുന്നത്, പാസ്റ്ററുടെ നീട്ടിപ്പിടിച്ച ഫോട്ടോകളല്ല, പാസ്റ്റർ കോട്ടിട്ട ഫോട്ടോയല്ല, പകരം ഹോളി സ്പിരിറ്റ് സഭയ്ക്കകത്ത് ജനം കയറി വരുന്നത് പാസ്റ്റർ ഉണ്ടായിട്ടല്ല, ദൈവമുണ്ടായിട്ടാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ശവമുള്ളയിടത്ത് കഴുക്കൽ കൂടോ, ശവമുള്ളയിടത്ത് കഴുക്കൽ കൂടോ. നിന്റെ സഭയ്ക്കകത്ത് ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ സഭയ്ക്കകത്ത് ആള് വന്ന് കയറോ. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത്, നിന്റെ ശരീരത്തിനകത്ത് ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ നീ ശുശ്രൂഷിക്കുന്ന ഇടത്ത് ജനം വന്നു കയറോ. നിന്നിലുള്ള പ്രസൻസ് ആണ് നിന്റെ ക്രൗഡ് പുള്ളിങ്. നിന്നിലുള്ള സാന്നിധ്യമാണ് നിന്റെ ക്രൗഡ് പുള്ളിങ്. നിന്റെ ക്രൗഡ് പുള്ളിങ് എഫക്റ്റിനെ കണ്ട് ആരൊക്കെ അസൂയപ്പെട്ടാലോ അതിനെ തടയാൻ കഴിയത്തില്ല. ശവമുള്ളയിടത്ത് കഴുക്കൽ കൂടും. ശവമുള്ളയിടത്ത് കഴുക്കൽ കൂടും. Carry the corpse. Carry the corpse. ശവത്തെ ചുമക്കാമോ? ശവത്തെ ചുമക്കാമോ? ശവത്തെ ചുമക്കാമോ? ശവത്തെ ചുമക്കാമോ? ഇന്ന് പകൽ ചോദിക്കുന്നു, ശവമുള്ളിടത്ത് കഴുക്കൽ കൂടോ? നിനക്ക് ശവത്തെ ചുമക്കാമോ? ശവത്തെ ചുമക്കുന്നവൻ അവൻ കഴുക്കളെ പിടിക്കുന്നവനായിരിക്കും. ഹോളി സ്പിരിറ്റ്. യേശു പറഞ്ഞു, ശവമുള്ളിടത്ത് കഴുക്കൽ കൂടോ. എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയാം, ശവമഞ്ചത്തിൽ ആരും കല്യാണത്തിന് പോകത്തില്ല കേട്ടോ. ശവമഞ്ചത്തിൽ ഒരു വീടിൻ്റെ
പാലുകാച്ചുണ്ടെങ്കിൽ ആര് ശവമഞ്ചം കൊണ്ടുവന്ന് മുമ്പിൽ വെക്കത്തില്ല കേട്ടോ. ഇന്ന് പകൽ നീ തിരിച്ചറിയണോ, നീ കർത്താവിനെ വഹിക്കാൻ തുടങ്ങിയാൽ, നീ പ്രസൻസ് ക്യാരി ചെയ്യാൻ തുടങ്ങിയാൽ പലയിടത്തും നീ മാറ്റി നിർത്തപ്പെടോ, പലയിടത്തും നീ ഒറ്റപ്പെട്ടു പോകുക. പക്ഷെ നീ അറിയണോ, ശവം കഴുക്കളെ കൊണ്ടുവരോ, ശവം കഴുക്കളെ കൊണ്ടുവരോ. The presence can pull the crowd, the presence can pull the nations, the presence can pull the countries. Salamahartania, Lakatala Mahasonia, Raljenia, Rakatal Penia, Lakatal Maheria. Holy Spirit. ശവങ്കെത്തിയ വണ്ടിയിൽ, ശവം കിടത്തിയ കട്ടിലിൽ ജീവനുള്ളവന് കിടക്കാൻ പിന്നെ ഇഷ്ടമുണ്ടാകത്തില്ല, പേടിയാ. അങ്ങനെയെങ്കിൽ ഞാൻ പറയാ, ശവം വഹിക്കാൻ നീ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവനുള്ള ഒരുത്തനോ യേശുവിൻ്റെ രക്തത്തിൽ ജയോ. യേശു പറഞ്ഞു, ശവമുള്ളിടത്ത് കഴുക്കൽ കൂടോ. സെക്കറിയ 2:11 വ്യാഖ്യാനമാണ് യേശു പറഞ്ഞത്. ഞാൻ നിന്റെ മധ്യേ വസിക്കോ. അന്നാളിൽ പല ജാതികൾ യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. ജീസസ്, ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് ബന്ധങ്ങളെ കൊണ്ടുവരും. ദൈവത്തിൻ്റെ സാന്നിധ്യം നീ ഒരു ക്രൗഡ് പുള്ളറായി മാറ്റപ്പെടും. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ ചർച്ചിൻ്റെ എൻലാർജ്മെൻ്റായി മാറ്റപ്പെടും. ഹോളി സ്പിരിറ്റ്, ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം, അതിനെ ഒത്തിരി ക്രമാനുക്രമമായി നമുക്ക് പഠിപ്പാൻ കഴിയും. ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെ കടന്നു വന്നാൽ 7 പ്രധാനപ്പെട്ട ദൈവ സാന്നിധ്യങ്ങളെ കാണുവാൻ കഴിയും. 1, ദൈവം ഇറങ്ങി വന്ന ഏദൻ തോട്ടം. 2, ദൈവം കൂടെ നടന്ന സമാഗമന കൂടാരം. 3, ദൈവത്തെ അന്വേഷിച്ച് ജനം വന്ന ദൈവാലയം. 4, വചനം ജഡമായി അവതരിച്ച യേശു ക്രിസ്തു. 6 ദൈവത്തിൻ്റെ സഭയ്ക്കകത്തുള്ള 5 ദൈവത്തിൻ്റെ സഭയ്ക്കകത്തുള്ള ദൈവ സാന്നിധ്യം. 6 പ്രവചനാത്മകമായി വിളിച്ചു പറയുന്നു സഹസ്രാബ്ദത്തിലെ ദൈവ സാന്നിധ്യം. 7 നിത്യതയിലെ ദൈവ സാന്നിധ്യം. ഇങ്ങനെ 7 ദൈവ സാന്നിധ്യങ്ങളാണ് ഒരു മനുഷ്യന് പഠിക്കുവാൻ കഴിയുന്നത്. 1 ഏദനിലെ ദൈവ സാന്നിധ്യം, 2 സമാഗമന കൂടാരം, 3 ദൈവാലയം, 4 ഇൻകാർണേറ്റ് പ്രസൻസ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ജഡാവതാരമെടുത്ത ക്രിസ്തു വഹിച്ച ദൈവ സാന്നിധ്യം, 5 സഭയിലെ ദൈവ സാന്നിധ്യം, 6 സഹസ്രാബ്ദത്തിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം, 7 നിത്യതയിലെ കൂടാരമാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ഞാൻ അവയിലേക്ക് കടക്കുന്നില്ല. ആകയാൽ ഇമ്മാനുവേൽ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ദൈവം നമ്മോട് കൂടെ വസിക്കും. ദൈവം നമ്മോട് കൂടെ വസിക്കും. അതിൻ്റെ അടുത്ത ഭാഗം ഇങ്ങനെയാണ്: 1, ദൈവം നമ്മോട് കൂടെ വസിക്കും. 2, ദൈവം നമ്മോട് കൂടെ സഞ്ചരിക്കും. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ദൈവം നമ്മോട് കൂടെ സഞ്ചരിക്കുക. ദൈവം നമ്മോട് കൂടെ വസിക്കുക മാത്രമല്ല, ദൈവം നമ്മോട് കൂടെ സഞ്ചരിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആരുടെയൊക്കെ കൂടെ താമസിച്ചാലും നിങ്ങൾ പോകുമ്പോൾ അവരെല്ലാവരും നിങ്ങളുടെ കൂടെ വരണമെന്ന് ഇല്ല. ഹോളി സ്പിരിറ്റ്, ആമേൻ. ആകയാൽ ദൈവം വസിക്കുക മാത്രമല്ല, ദൈവം സഞ്ചരിക്കുകയും ചെയ്യുക. ആമേൻ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സുപരിചിത വേദഭാഗം അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മൊബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മൊബിലിറ്റി. ആമേൻ. 33:14 സുപരിചിതം ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും എന്ന് പറയുകയാണ്. എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരോ. മൊബിലിറ്റി ഓഫ് ഹിസ് പ്രസൻസ്. ദൈവത്തിൻ്റെ സാന്നിധ്യം. ജാതീയ ദൈവങ്ങളെ മനുഷ്യൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം പറയുക, നീ എന്നെ തോളെ ചുമ്മിക്കൊണ്ടൊന്നും പോകണ്ട, നീ എന്നെ ആനയെ വിളിച്ച് അതിൻ്റെ മേളിൽ ഇരുത്തിക്കൊണ്ടൊന്നും പോകണ്ട, പകരോ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ മൂവ് ചെയ്യുന്നത് കൊണ്ടേ ആയിരിക്കുക. എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ മൂവ് ചെയ്യുന്നത് കൊണ്ടേ ആയിരിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചലനം അത് വിശാലമായൊരു പഠനമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യ ചലനം. സ്തോത്ര. എന്നാൽ ഞാനതിൽ ഒരു ഭാഗത്തിലേക്ക് മാത്രം കടന്ന് വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം
അതിൻ്റെ 21 വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണോ അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലോ രാത്രി വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലോ യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭത്തിലോ രാത്രി അഗ്നിസ്തംഭത്തിലോ ദൈവം അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. മൊബിലിറ്റി ഓഫ് ഹിസ് പ്രസൻസ്. ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയണം, അവൻ്റെ സാന്നിധ്യം നിനക്ക് മുമ്പായി സഞ്ചരിക്കുന്നതാണ്. അവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ആമേൻ. പില്ലർ ഓഫ് ക്ലൗഡ് ആൻഡ് പില്ലർ ഓഫ് ഫയർ. ആമേൻ. ഒരു മേഘത്തിൻ്റെ തൂണായി, ഒരു അഗ്നിയുടെ തൂണായി പോയിക്കൊണ്ടേയിരിക്കുക. ആമേൻ. മേഘം വെളിച്ചത്തെ തടയുക, അഗ്നി വെളിച്ചത്തെ ഉളവാക്കുക. മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കും, തണുപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുക, തീ ചൂട് കൊണ്ട് തീ കൊണ്ട് നിറഞ്ഞിരിക്കുക. ആമേൻ. മേഘം നനച്ചുകൊണ്ടിരിക്കുക, തീ അതിനെ ദഹിപ്പിച്ചു കൊണ്ടിരിക്കുക. 2 എക്സ്റ്റൻ്റാണ് പ്രകൃതിയിലെ, 2 വൈരുദ്ധ്യാത്മകതയാണ് വെള്ളവും തീയോ. പക്ഷേ കർത്താവ് പറയുകയാണ്, എനിക്ക് വെള്ളത്തിനകത്ത് സാന്നിധ്യം നൽകാൻ കഴിയുക, എനിക്ക് അഗ്നിക്കകത്ത് സാന്നിധ്യം നൽകാൻ കഴിയുക. വെളിച്ചത്തെ തടയുന്ന മേഘമായിട്ടും എനിക്ക് നിന്നോടുകൂടെ നിൽപ്പാൻ കഴിയുക. ആമേ. തീയെ വെളിച്ചത്തെ ഉൽപ്പാദിപ്പിക്കുന്ന തീയായിട്ട് എനിക്ക് നിന്നോടുകൂടെ നിൽക്കാൻ കഴിയുക. എന്നാൽ ഇത് 2ൻ്റെയും വേറെ ഒരു വ്യത്യാസം എന്താണെന്നറിയാമോ? മേഘം ആകാശമണ്ഡലത്തിൽ നിന്നാൽ മേഘത്തിൻ്റെ കോൺസിസ്റ്റൻസി അതങ്ങനെ തന്നെ നിൽക്കുക. പക്ഷേ മേഘം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങിയാൽ എന്തു സംഭവിക്കുക? മേഘം അതിൻ്റെ കോൺസിസ്റ്റൻസി, അതിൻ്റെ ഷേപ്പ് മാറിയിട്ട് അതെന്ത് ചെയ്യുക? അത് വെള്ളമായി, അതിനൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക. ഇനി അടുത്തത് അഗ്നിയുടെ ഒരു പ്രത്യേകത. ഒന്നുകിൽ അഗ്നി അണഞ്ഞു പോകും, അല്ലെങ്കിൽ അഗ്നി ആളിപ്പടരുക. പക്ഷേ കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെ ഒരു തീയായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രതികൂലത്തിൻ്റെ കാറ്റിനകത്ത് ഞാൻ അണയത്തില്ല. ആമേ. ഏതെങ്കിലും സാഹചര്യം കിട്ടുമ്പോൾ ഞാൻ ആളിക്കത്തത്തുമില്ല. ഐ ആം നോട്ട് ആൻ ഇമോഷണൽ ഗോഡ്. ഗതിഭേദങ്ങളാലുള്ള ആച്ഛാദനമില്ലാത്ത പില്ലർ ഓഫ് ക്ലൗഡ്. എത്ര കാറ്റടിച്ചിട്ടോ ദൈവം അവരുടെ മുമ്പിൽ ആരായിട്ട് തന്നെ നിന്നോ? പില്ലറായിട്ട് നിന്നോ. ഉലകത്തിൽ എവിടെയെങ്കിലോ, ലോകത്തിൽ എവിടെയെങ്കിലോ ഒരു ഫയർ പില്ലർ, ആമേൻ, കോൺസിസ്റ്റന്റ് ആയിട്ട് നിർത്താൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയോ ഇന്ന് വരെ ലോകത്തിൽ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഒരു സൂപ്പർ നാച്ചുറൽ സംഗതി അവർ കണ്ടോ. തീ ആളിക്കത്താതെ, തീ അണഞ്ഞു പോകാതെ ഒരു കോൺസ്റ്റന്റ് പില്ലറായി നിൽക്കുന്നു. ഇന്ന് പകൽ നീ തിരിച്ചറിയണോ? ആമേൻ. വെള്ളമായിട്ടോ, തീയായിട്ടോ, ഉഷ്ണമായിട്ടോ, ശീതമായിട്ടോ, ഇരുട്ടായിട്ടോ, വെളിച്ചമായിട്ടോ, ഏത് എക്സ്റ്റന്റിലോ അവന് നിന്റെ അരികത്ത് വന്ന് നിൽക്കാൻ കഴിയോ. അവന് നിന്റെ കൂടെ സഞ്ചരിപ്പാൻ കഴിയോ. കാറ്റടിച്ചാൽ ആ പില്ലർ ഒടിയത്തില്ല. ഹോളി സ്പിരിറ്റ്. കാറ്റടിച്ചാൽ ആ പില്ലർ ഒരു വാളായി മാറത്തില്ല. പകരം അതതിന്റെ സ്വഭാവം ത്യജിക്കത്തില്ല. ജീസസ്. Holy Spirit, Holy Spirit, Lord Hasrimarehatania, ലാർഥേനിയ. 40 സംവത്സരങ്ങളിൽ ഒരു ദിവസം പോലും ആ മേഘം മഴയായി പെയ്തില്ല. ആ മേഘം വെള്ളമായില്ല. ആമേ. ഇന്ന് പകൽ തിരിച്ചു അറിയണം ദൈവത്തിൻ്റെ പൈതലെ, പ്രകൃതിക്കൊരു നിയമമുണ്ട്. അത്യുഷ്ണത്തിൽ മേഘത്തെ എന്താക്കി തീർക്കുക? മേഘത്തെ വെള്ളമാക്കി തീർക്കുക. ഗ്യാസ് ലിക്വിഡാകാം. പക്ഷേ കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നോടുകൂടെയുള്ള സാന്നിധ്യം പ്രകൃതിക്ക് രൂപാന്തരപ്പെടുത്താൻ, സാഹചര്യങ്ങൾക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യം ആ സംഗതിയല്ല. ആസ് ദ പില്ലർ ഓഫ് ക്ലൗഡ്, ആസ് ദ പില്ലർ ഓഫ് ഫയർ. ജീസസ്. പില്ലർ ഓഫ് ഫയർ, പില്ലർ ഓഫ് ക്ലൗഡ്. സ്തംഭം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൂണെന്നാണ്. അതിൻ്റെ അർത്ഥം കർത്താവ് ഒരു തൂണുപോലെ അവരുടെ മുമ്പിൽ പോയിക്കൊണ്ടിരുന്നു. ഒരു തൂണുപോലെ അവരുടെ മുമ്പിൽ പോയിക്കൊണ്ടിരുന്നു. തൂണ് മുമ്പിലുണ്ടെങ്കിൽ ഒരു കാര്യം അറിവുള്ളവനറിയാം. തൂണ് മുമ്പിലുണ്ടെങ്കിൽ അതിനൊരു അടിസ്ഥാനവുമുണ്ട്. തൂണ് മുമ്പിലുണ്ടെങ്കിൽ അതിനൊരു അടിസ്ഥാനവുമുണ്ട്. തൂണ് മുമ്പിലുണ്ടെങ്കിൽ അതിനൊരു മേൽക്കൂരയുമുണ്ട്. മുമ്പിൽ തൂണുപോലെ നിൽക്കുന്ന ദൈവം പറയാ,
നീ അബ്രഹാം എന്ന അടിസ്ഥാനത്തിന്മേൽ, എൻ്റെ വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിന്മേൽ ഞാൻ നിന്നെ പണിതതാ. എൻ്റെ കൃപയുടെ ഒരു റൂഫ് എല്ലായ്പ്പോഴും നിൻ്റെ മേലുണ്ടായിരിക്കുക. ഇന്ന് പകൽക്കാല നിൻ്റെ മുമ്പിൽ ദൈവം ഒരു പില്ലർ പോലെ നിൽക്കുമ്പോൾ അവൻ വളരെ മിസ്റ്റീരിയസ് ആയി നിനക്കൊരു സന്ദേശം നൽകുകയാണ്. നിനക്കൊരു ഫൗണ്ടേഷൻ ഉണ്ട്, നിനക്കൊരു റൂഫുമുണ്ട്. ദ മൊബിലിറ്റി ഓഫ് ഹിസ് പ്രസൻസ്. ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചലനമറിഞ്ഞ് നാം പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചലനമറിഞ്ഞ് നാം പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചലനമറിയാത്തവരെന്ത് ചെയ്യുമെന്നറിയാമോ? ദൈവത്തെ കാണാൻ വർഷം തോറും വ്രതമെടുത്ത് എവിടെയെങ്കിലും പോയി ദൈവത്തെ കണ്ടിട്ട് വരും. കാരണം ദൈവത്തിന് അവരുടെ അടുക്കലേക്ക് വരാൻ കഴിയത്തില്ല. പ്രായമുള്ള അപ്പച്ചനെ വെക്കേഷന് കാണാൻ വരുന്ന പിള്ളേരുടെ കൂട്ട് ദൈവത്തെ കാണാൻ വർഷം തോറും പോകുന്ന ഒരു കൂട്ടരുണ്ട്. പക്ഷേ ഞാനും നിങ്ങളും അങ്ങനെ പോകത്തില്ല. കാരണം ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം കൂടെ സഞ്ചരിക്കുന്ന ദൈവമാണ്. ജീസസ്. ആമേൻ. ഈ സാന്നിധ്യത്തിന്റെ ചലനം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. യാക്കോബ് സാന്നിധ്യത്തിന്റെ ചലനം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം യാക്കോബിന്റെ അടുക്കൽ ബഥേലിലെ രാത്രിയിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ അപ്പന്റെ ദൈവമാണെന്ന് പറഞ്ഞു, നിന്റെ വല്യപ്പന്റെ ദൈവമാണെന്ന് പറഞ്ഞു. യാക്കോബ് തിരിച്ചൊരൊറ്റ കാര്യം പറഞ്ഞു, എനിക്കൊരു സ്റ്റേഷനറി ഗോഡല്ല വേണ്ടത്, എനിക്കൊരു ചലിക്കുന്ന ദൈവത്തെ വേണം. താൻ എന്താ പറഞ്ഞെന്നറിയാമോ? ഞാൻ പോകുന്ന ഈ യാത്രയിൽ നീ എന്നോട് കൂടെ ഇരിക്കുമെങ്കിൽ. ഞാൻ നാട്ടിലൊത്തിരി ദൈവങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പൻ്റെ രൂപക്കൂടിനകത്തിരിക്കുന്ന ദൈവം, അമ്മയുടെ പൂജാമുറിയിലിരിക്കുന്ന ദൈവം, അങ്ങനത്തെ ഒരു ദൈവമാണെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട. നിനക്ക് മൊബിലൈസ് ചെയ്യാൻ കഴിയുമെങ്കിൽ നീ എൻ്റെ ദൈവമായിരിക്കും. നീ മൊബിലൈസ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ യാക്കോബിനെ പോലെ പ്രാർത്ഥിച്ചു തുടങ്ങ്. ആമേൻ. ചലിക്കുന്ന ദൈവം, ചലിക്കുന്ന ദൈവം. യാക്കോബ് പറഞ്ഞു, ചലിക്കുന്ന ദൈവമാണ്, അങ്ങനെ ഒരു ദൈവത്തെ മതി എനിക്ക്. എല്ലാ ദിവസവും വന്ന് ഡോറ് തുറന്ന് മണി അടച്ച് വിളിക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് വേണ്ട. എൻ്റെ കൂടെ വരാൻ പറ്റുന്ന ഒരു ദൈവത്തെ മതി എനിക്ക്. ഹോളി സ്പിരിറ്റ്. ആമേൻ. യാക്കോബ് പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ ചലനമറിഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇന്ന് ആരാധനയ്ക്ക് പോകുമ്പോൾ ഒരു ദൈവ സാന്നിധ്യം എനിക്ക് തരണേ. നോ 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 നോ. ഇന്ന് ആരാധനയിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം എന്നോട് കൂടെ ചലിക്കട്ടെ, എന്നോട് കൂടെ ചലിക്കട്ടെ, എന്നോട് കൂടെ ചലിക്കട്ടെ. അക്കമ്പനീഡ് പ്രസൻസ്, അക്കമ്പനീഡ് പ്രസൻസ്. ഇതായി ആരാധനയുടെ നടുവിൽ ഒരു അക്കമ്പനിങ് പ്രസൻസ്, ഒരു അക്കമ്പനിങ് പ്രസൻസ് ഇതാ നിന്റെ മേൽ, നിന്റെ മേൽ, നിന്റെ മേൽ, നിന്റെ മേൽ, നിന്റെ മേൽ. എൻ്റെ സഹോദരങ്ങളെ, ബൈബിളിൽ ഒത്തിരി ഇടങ്ങളിൽ ഈ ചലിക്കുന്ന ദൈവ സാന്നിധ്യത്തെ കാണാൻ കഴിയും. നമ്മൾ ചലിക്കുമ്പോൾ കൂടെ വരുമെന്നതിനെക്കാട്ടിലുപരി നമ്മളെ ചലിപ്പിക്കുവാൻ തക്കവണ്ണം ചലിക്കുന്ന ദൈവ സാന്നിധ്യം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. യാക്കോബ് പറഞ്ഞു, ഞാൻ പോകുമ്പോൾ നീ കൂടെ വരണമെന്നാ. പക്ഷേ യാക്കോബിൻ്റെ കൊച്ചുമക്കളുടെ അടുക്കൽ ദൈവം എന്തോ പറഞ്ഞെന്നറിയാവും? എടാ, ഞാൻ ചലിക്കുന്നെങ്കിൽ നീ ചലിച്ചാൽ മതി, ഞാൻ ചലിക്കുന്നെങ്കിൽ നീ ചലിച്ചാൽ മതി. ഞാൻ സ്റ്റേഷനറി ആണെങ്കിൽ നീയും സ്റ്റേഷനറി ആയിരുന്നു. ഞാൻ മൂവ് ചെയ്യുന്നെങ്കിൽ മാത്രം നീയും മൂവ് ചെയ്താൽ മതി. യാക്കോബ് പറഞ്ഞത്, ഞാൻ മൂവ് ചെയ്യുമ്പോൾ നീയും കൂടെ മൂവ് ചെയ്യണമെന്ന്. ദൈവം കൊച്ചുമക്കളുടെ അടുക്ക പറഞ്ഞു, എടാ, നീ മൂവ് ചെയ്യുന്നതിനനുസരിച്ചല്ല, ആമേൻ, നിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചല്ല, ഞാൻ മൂവ് ചെയ്യുന്നെങ്കിൽ നീ മൂവ് ചെയ്താൽ മതി. ആമേൻ. അതുകൊണ്ടാണ് സംഖ്യാപുസ്തകം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സംഖ്യാപുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മേഘം കൂടാരത്തിന്മേൽ നിന്ന് പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടും. മേഘം പൊങ്ങിയാലേ ഇവരെന്ത് ചെയ്യത്തുള്ളൂ? യാത്ര പുറപ്പെടത്തുള്ളൂ. ദൈവം ചലിച്ചാലേ ഞങ്ങളും ചലിക്കത്തുള്ളൂ. ദൈവം ചലിച്ചാലേ ഞങ്ങളും ചലിക്കത്തുള്ളൂ. അതിൻ്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: മേഘം തിരുനിവാസത്തിന്മേൽ നിൽക്കുമ്പോഴൊക്കെയും അവരെന്ത് ചെയ്യും?
സമയം അവർ പാളയമടിച്ച് താമസിക്കുക. അപ്പോൾ ചോദിക്കും വരികയാണ്, എത്ര ദിവസം മേഘം ഇരിക്കുക? അതൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയത്തില്ല. 19-ാം വാക്യത്തിൽ പറയുകയാണ്, 19-ാം വാക്യം, മേഘം തിരുനിവാസത്തിന്മേൽ ഏറെ നാൾ ഇരുന്നുവെങ്കിൽ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടാതെ യഹോവയുടെ ആജ്ഞ കാത്തുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ ഞാൻ അതിനകത്തു നിന്ന് ഒരു പേഴ്സണൽ ദൂത് കൈമാറട്ടെ. നീ ചിലയിടത്ത് സ്റ്റാഗ്നന്റ് ആയി പോകുമ്പോൾ, നീ ചിലയിടത്ത് സ്റ്റക്കായി പോകുമ്പോൾ, നീ ദൈവത്തിൻ്റെ അടുക്കൽ പോരാടി ഒന്ന് തുറക്കാനല്ല പറഞ്ഞത്. പകരം ദൈവസന്നിധിയിൽ കാത്തുകൊണ്ടേയിരുന്നാട്ടെ. ചില താമസങ്ങൾ നീ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാനാണ്. ചില താമസങ്ങൾ നീ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാനാണ്. ജീസസ്. 21-ാം വാക്യം ഭയങ്കര രസമാണ്. 21-ാം വാക്യം അവിടെ ഇങ്ങനെയാണ്. 20-ാം വാക്യം, ചിലപ്പോൾ മേഘം തിരുനിവാസത്തിന്മേൽ കുറേ നാളിരിക്കും. ചിലപ്പോൾ മേഘം തിരുനിവാസത്തിൻ്റെ മേൽ കുറേ നാള് ഇരിക്കും. ആ ടോണൊന്ന് മാറ്റിയാൽ മതി ആ വാക്യം. ചിലപ്പോൾ മേഘം തിരുനിവാസത്തിന്മേൽ കുറച്ച് ഇരിക്കും, ചിലപ്പോൾ മേഘം തിരുനിവാസത്തിന്മേൽ കുറേ. ഇനി 21-ാം വാക്യം നെക്സ്റ്റ് വാക്യം, ചിലപ്പോൾ മേഘം സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരും. ചിലപ്പോൾ മേഘം ഒരു രാവും പകലും ഇരിക്കും. ചിലപ്പോൾ അതൊരു രാത്രിയായിരിക്കും, ചിലപ്പോൾ അതൊരു ഡേ ആയിരിക്കും. എന്നിട്ട് പറയാ, പിന്നെ മേഘം പൊങ്ങിയെങ്കിൽ യാത്ര പുറപ്പെടും. അപ്പോൾ പൊങ്ങിയില്ലെങ്കിലോ? 22-ാം വാക്യത്തിൽ പറയുക, 2 ദിവസമോ 1 മാസമോ 1 സംവത്സരമോ മേഘം തിരുനിവാസത്തിന്മേൽ ആവസിച്ചിരുന്നാൽ ഇസ്രായേൽ മക്കൾ പുറപ്പെടാതെ പാളയമടിച്ച് താമസിക്കും. ചിലപ്പോൾ ഒരു രാത്രി, ചിലപ്പോൾ ഒരു ദിവസം, ചിലപ്പോൾ 1 മാസം, ചിലപ്പോൾ 1 സംവത്സരം. ജീവിതത്തിൽ ചിലപ്പോൾ നീണ്ടുപോകും. പക്ഷേ അവിടെയെല്ലാം ഇസ്രായേൽ, ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്നല്ല പറയുന്നത്. അവർ പറയുന്നത് ഇതാണ്, മേഘം തിരുനിവാസത്തിന്മേൽ ആവസിച്ചിരുന്നു. മേഘം തിരുനിവാസത്തിന്മേൽ ആവസിച്ചിരുന്നു. മേഘം തിരുനിവാസത്തിൻ്റെ മേൽ ഇങ്ങനെ കവർ ചെയ്തിരുന്നു. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഫ്രേസ് പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. നമ്മളെപ്പോഴും പറയും, 4-ാം യാമത്തിൽ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷേ അതിനപ്പുറം ഒരു ചരിത്രമുണ്ട്. 3 യാമങ്ങളും തിര അലറിയിട്ടും കാറ്റ് വീശിയിട്ടും നിന്നെ വിട്ടുകൊടുക്കാതെ 3 യാമങ്ങളിലും നിന്നെ ചേർത്ത് നിർത്തി, നിന്റെ കൂടെ നിന്ന് നിന്നെ പിടിച്ചു നിർത്തിയ ദൈവം ഇന്ന് പകൽ നീ തിരിച്ചറിയണം. 4-ാം യാമത്തിലെ വിടുതലിനെ കാട്ടിലും വലിയതാ 3 യാമങ്ങളിലെയും ദൈവത്തിന്റെ സപ്പോർട്ട്. 23-ാം സങ്കീർത്തനം മുഴുവനും അതാ പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊരു മുട്ടുമുണ്ടാകയില്ല. അടുത്ത ഭാഗം പറയുകയാണ്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തും. വീണ്ടും പറയുകയാണ്, നീതിയുടെ പാതകളിൽ എന്നെ നടത്തും. പിന്നെയും പറയുകയാണ്, കൂരിരുൾ താഴ്വരകളിലും അവൻ എൻ്റെ കൂടെ ഇരിക്കും. കണ്ടോ, അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ, വെള്ളത്തിൽ, വഴികളിൽ, താഴ്വരകളിൽ എവിടെയും അവൻ എന്ത് ചെയ്യും? മൊബിലൈസ്. ദൈവം മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ന് പകൽക്കാലം നീ പച്ചപ്പിനകത്തായിരുന്നാലും, നീ വെള്ളത്തിൻ്റെ തീരത്തായിരുന്നാലും, അക്കറ്റാർ മഹസത്തരാധിയ, ഇന്ന് നീ കടന്നു പോകുന്ന ഏത് മേഖലയിലായിരുന്നാലും, ഹി ക്യാൻ ബി വിത്ത് യു, അക്കമ്പനിയിങ് പ്രസൻസ് ഓഫ് ഗാഡ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുകയാണ്, തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം
അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ആമേൻ. 23-ാം സങ്കീർത്തനത്തിൽ പഴയ നിയമഭക്തൻ പറഞ്ഞു, എനിക്കൊരിടയനുണ്ട്, അവൻ പച്ചപ്പിലും വെള്ളത്തിലും തെരുവീതികളിലും താഴ്വാരങ്ങളിലും അവൻ എന്നെ വഴി നടത്തും. യേശു ഭൂമിയിൽ ഇറങ്ങി വന്ന് ശിഷ്യഗണത്തിന് പറഞ്ഞു, ഞാൻ നിനക്ക് മുൻപായി പോയിക്കൊണ്ടേയിരിക്കുക. ആമേൻ. ഏറെക്കാലങ്ങൾക്ക് ശേഷം യോഹന്നാൻ അപ്പോസ്തലൻ നിത്യതയുടെ ദർശനം കാണുമ്പോൾ അവിടെയും രണ്ട് വിധത്തിലാണ് ദൈവ സാന്നിധ്യത്തെ കാണുന്നത്. ഒന്ന്, കുഞ്ഞാടതിൻ്റെ മന്ദിരമായിരിക്കുക. എന്നാൽ അതുകൊണ്ട് മാത്രം അവസാനിക്കുകയല്ല. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാകുന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. മലയാളത്തിൽ പറയുന്നത് കൂടാരമെന്നാണ്, പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്നത് സ്തോത്ര ആമേൻ, ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവരോടുകൂടെ വസിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അതൊരു അവിടെ ദൈവത്തിൻ്റെ സ്ഥാപിത സ്വഭാവമാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സ്ഥാപിതനായി നിൽക്കുന്ന ദൈവ ചലിക്കുന്നതിനെ കാണുവാൻ കഴിയുക. സിംഹാസനത്തിൻ്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നടത്തുകയും ചെയ്യുക. കണ്ടോ, സിംഹാസനത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന കുഞ്ഞാട് ഇപ്പം ഈ ജനത്തെ നയിച്ചുകൊണ്ട് ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് അവരെ ലീഡ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യതയിൽ ചെല്ലുമ്പോൾ സ്വർഗത്തിലോ കർത്താവ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നടക്കുന്നതിനെ കാണാൻ കഴിയും. കർത്താവ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നടക്കുന്നതിനെ കാണുവാൻ കഴിയും. ജീസസ്. ഒന്ന്, ദൈവം നമ്മോടുകൂടെ വസിക്കും. 2, ദൈവം നമ്മോടുകൂടെ സഞ്ചരിക്കും. 3, ദൈവം നമ്മോടുകൂടെ പ്രവർത്തിക്കും. 127-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഞാൻ ശരവേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. 127-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അപ്പോൾ എന്താ അവിടെ പറയുന്നറിയാമോ? വീട് പണിയുന്നവരുടെ കൂടെ ദൈവം എന്ത് ചെയ്യും? കൂടെ നിന്ന് പണിയും. വീട് പണിയുന്നവരുടെ കൂടെ ദൈവം കൂടെ നിന്ന് പണിയുക. ഇന്ന് പകൽക്കാലം നിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവ. നീ നിൻ്റെ കൊച്ചു കുടുംബം പണിയാൻ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ, നീ നിൻ്റെ പിള്ളേരെ ഒന്ന് കരകയറ്റാൻ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ, നീ നിന്റെ വീടിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നീ നിന്ന് കഷ്ടപ്പെടുമ്പോൾ, ഇന്ന് പകൽ കർത്താവ് പറയുകയാണ്, നിന്റെ വീട് പണിക്കകത്ത് ഞാൻ നിന്റെ കൂടെയുണ്ട്. ജസ്റ്റ് ഒരു ബിൽഡിംഗ് വർക്കിനെ കുറിച്ചല്ല കർത്താവ് അവിടെ പറയുന്നത്. നിന്റെ ഗ്രഹത്തെ പണിതെടുക്കാൻ, നിന്റെ തലമുറകളെ പണിതെടുക്കാൻ, നിന്റെ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷനെ പണിതെടുക്കാൻ, നിന്റെ കുടുംബത്തിൻ്റെ ഫിനാൻസിനെ പണിതെടുക്കാൻ, നിന്റെ കുടുംബത്തിൻ്റെ ഐക്യതയെ പണിതെടുക്കാൻ, നിന്റെ കുടുംബത്തിൻ്റെ സമാധാനത്തെ പണിതെടുക്കാൻ അവൻ നിന്നോട് കൂടെ പ്രവർത്തിക്കുക. നിന്റെ കുടുംബം പൊളിക്കാൻ, നിന്റെ കുടുംബം തകർക്കാൻ 1000 പിശാചുക്കൾ എതിർ നിൽക്കുമ്പോഴോ നിന്റെ കുടുംബം പണിയാൻ ദൈവം ഒരുത്തൻ നിന്റെ കൂടെ നിൽക്കുമെന്ന് ഇന്ന് പകൽ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുക. നിന്റെ വീട് പണിതെടുക്കാൻ, നിന്റെ തലമുറയെ പണിതെടുക്കാൻ, നിന്റെ കുടുംബത്തെ പണിതെടുക്കാൻ, നിന്റെ കുഞ്ഞുങ്ങളെ പണിതെടുക്കാൻ ദൈവം നിന്റെ കൂടെ. യഹോവ വീട് പണിയുന്നവന്റെ കൂടെയുണ്ട്. യഹോവ വീട് പണിയുന്നവൻ്റെ കൂടെയുണ്ട്. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, വീട് അവിടെ 2 കാര്യം പറയുകയാണ്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അതൊരു വീട്ടിലെ കാര്യമാണ്. അടുത്ത എന്താ പറയുന്നത് അറിയാമോ? യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, കുടുംബം പോലെ ഒരു ചെറിയ വിഷയമായിരുന്നാലോ, രാജ്യം പോലെ ഒരു വലിയ വിഷയമായിരുന്നാലോ, വീട്ടിലെ കാര്യമായിരുന്നാലോ, ഒരു രാഷ്ട്രീയ കാര്യമായിരുന്നാലോ, എൻ്റെ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയുക. കണ്ടോ, ഈ ഭാഗത്തിലെ 1-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ 2 സംഗതികളെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഗോഡ് ആസ് ദ ഹെഡ് ഓഫ് ദ ഹൗസ്, ആൻഡ് സെക്കൻഡ്, ഗോഡ് ആസ് ദ കിങ് ഓഫ് എ നേഷൻ. യഹോവ വീട് പണിയാതിരുന്നാൽ ഒരു കുടുംബനാഥനായിരിക്കുന്ന ദൈവ. അടുത്തതായിട്ട് പറയുകയാണ്, പട്ടണം കാക്കുന്നു ഒരു രാജാവായിരിക്കുന്ന ദൈവ. ഇന്ന് പകൽ ഒരപ്പനെ പോലെ അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കോ, ഒരു രാജാവിനെ പോലെ അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കോ. യെശയ്യാ 41:10. ആമേൻ. ഞാൻ വേഗത്തിൽ പോകട്ടെ. യെശയ്യാ 41:10.
11:10. നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്റെ ദൈവമാകുന്നു. അടുത്ത ഭാഗം പറയുകയാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കുക, ഞാൻ നിന്നെ സഹായിക്കുക, ഞാൻ നിന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ, നീ ചെയ്യുന്ന പണിയിൽ നീ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ, നീ ചെയ്യുന്ന പണിയിൽ നീ പൊട്ടിയെന്ന് തോന്നുമ്പോൾ, നീ ചെയ്യുന്ന പണിയിൽ നിനക്കിനി രക്ഷപ്പെടാൻ നിവർത്തിയില്ല എന്ന് തോന്നുമ്പോൾ, ഞാൻ നിന്റെ പണിപ്പുരയിൽ ഇറങ്ങി വന്ന് ഞാൻ നിന്നെ സഹായിക്കുക. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞാട്ടെ, നിന്റെ പ്രശ്നം, നിന്റെ ക്രൈസിസിനകത്ത്, നിന്റെ ജോബ് ക്രൈസിസിനകത്ത്, നിന്റെ ഏത് പ്രോസസ്സിന്റെ ക്രൈസിസിനകത്ത്, നിന്റെ ഫാമിലി ബിൽഡിങ്ങിന്റെ ക്രൈസിസിനകത്ത്, നിന്റെ ചർച്ച് ബിൽഡിങ്ങിന്റെ ക്രൈസിസിനകത്ത്, എവിടെ നിന്റെ കൈകൾ വിറയ്ക്കുന്നോ, എവിടെ നിന്റെ കാലുകൾ ഇടറുന്നോ, ഞാൻ നിന്നെ സഹായിക്കാം. നിന്റെ കയ്യിൽ ടൂള് നിൽക്കാതെ വരുമ്പോൾ ഞാൻ വന്ന ആ ടൂള് പിടിച്ചു തരാം. നിന്റെ കൈകൾ പേന പിടിക്കാൻ കഴിയാതെ വിറയ്ക്കുമ്പോൾ ഞാൻ വന്നത് പിടിച്ചു തരാം. ഇന്ന് പകൽ നീ അറിയണോ, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം. അതാ കർത്താവ് പറഞ്ഞ്, ഞാൻ നിന്റെ കൂടെ പ്രവർത്തിക്കാമെന്ന്, നിന്റെ കൂടെ പ്രവർത്തിക്കാമെന്ന്. എതിരെ നിന്ന് പ്രവർത്തിക്കാൻ 1000 മനുഷ്യർ കാണോ, പക്ഷെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞാട്ടെ. ഹോലി സ്പിരിറ്റ്, ആമേൻ. എവിടെയൊക്കെ ദൈവത്തിനെ സഹായിക്കാൻ കഴിയും, കൂടെ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുക. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം, ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം അതിൻ്റെ 2-ാം വാക്യം, യഹോവ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി, അവൻ കൃതാർത്ഥനായി മിസ്രൈമിനായ യജമാനൻ്റെ വീട്ടിൽ പാർത്തു. അന്യദേശത്ത് പരദേശിയായി കടന്നു ചെന്ന ഒരുത്തന് കിടക്കാടമില്ലാതിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ പ്രോസ്പർ ചെയ്യുക, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഇരുന്നാൽ നീ ഒരു മാൻ ഓഫ് പ്രോസ്പെറിറ്റി ആയി മാറ്റപ്പെടോ. എന്നിട്ട് അടുത്ത ഭാഗം പറയുകയാണ്, യഹോവ അവനോട് കൂടെയുണ്ടെന്നോ, അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമെന്നോ അവൻ്റെ യജമാനൻ കണ്ടോ. ഇന്ന് പകൽക്കാലം യോസെഫ് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്, യോസെഫ് അവിടെ ഒരു മാനേജറാണ്. ഇന്ന് പകൽക്കാലം നിന്റെ അഡ്മിനിസ്ട്രേഷനകത്ത്, നിന്റെ മാനേജിങ്ങിനകത്ത് ദൈവം നിന്നെ ആക്കിയ ഇടത്ത് ദൈവം നിന്റെ കൂടെ നിന്ന് അവൻ നിന്നെ കൊണ്ട് നീ ചെയ്യുന്ന കാര്യങ്ങളെ സാധിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ അപ്പുറം പറയുകയാണ്, he was a man of prosperity. ഇന്ന് പകൽക്കാലം നിന്റെ സെക്യുലർ ലൈഫിൽ, നിന്റെ സോഷ്യൽ ലൈഫിൽ, നിന്റെ ഉപജീവന മേഖലയ്ക്കകത്ത് അവൻ നിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുക. നീ ഒരു തൈ നട്ടാൽ അതിനെ ദൈവം വളർത്തോ. നീ ഒരു തൈക്ക് വെള്ളമൊഴിച്ചാൽ ദൈവം അതിനെ ഫലം കായ്പിക്കുക. നീ ഒരു കാര്യത്തിൽ കഷ്ടപ്പെട്ടാൽ ദൈവം ആ കാര്യത്തെ സാധിപ്പിക്കോ. ദൈവം അതിനെ സാധിപ്പിക്കുക. ഇന്ന് പകൽ നീ എൻഗേജായി നിൽക്കുന്ന വിഷയത്തെ നോക്കി പറ, ദൈവം ഇതിനെ സാധിപ്പിക്കുക. നീ എൻഗേജായി നിൽക്കുന്ന കോഴ്സിനെ നോക്കി പറ, ദൈവം ഇതിനെ സാധിപ്പിക്കുക. നീ എൻഗേജായി നിൽക്കുന്ന ബിസിനസ്സിനെ നോക്കി പറ, ദൈവം അത് സാധിപ്പിക്കുക. നീ എൻഗേജായി നിൽക്കുന്ന കരിയറിനെ നോക്കിയിട്ട് പറ, ദൈവം അത് സാധിപ്പിക്കുക. അവൻ ചെയ്യുന്നതൊക്കെയോ ദൈവം സാധിപ്പിക്കുന്നുവെന്ന് യജമാനൻ കണ്ടോ. നീ ഒരു പ്രോസ്പെറസ് മാൻ ആണെന്ന് ലോകത്തിന് മുമ്പിൽ ദൈവം വെളിപ്പെടുത്തും. പക്ഷെ ദൈവം ഒരു ജോബ് പൊസിഷനിൽ മാത്രമല്ല ഇടപെടുന്നത്. ആമേൻ. ഞാൻ 2-3 ഭാഗങ്ങളെ വേഗത്തിൽ പറയട്ടെ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം, അവിടെ ഹിസ്കിയ രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. 25-ാം വയസ്സിൽ രാജാവായി 29 വർഷം ഇസ്രായേലിനെ ഭരിച്ച് 54-ാമത്തെ വയസ്സുവരെ ഇസ്രായേലിന് ഭരണം കഴിച്ച ഹിസ്കിയാവെന്ന മഹാനായ രാജാവ് തൻ്റെ 39-ാമത്തെ വയസ്സിൽ മരണം വന്ന് മാടി വിളിക്കുമ്പോൾ നീണ്ട 15 വർഷത്തെ കൂടെ ആയുസ് ചോദിച്ചു മേടിച്ച മനുഷ്യൻ. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ഭാഗം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം, ആമേൻ, അതിൻ്റെ 5-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. അവന് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിൽ ആരും അവനോട് തുല്യനായിരുന്നില്ല. അതിൻ്റെ 7-ാം വാക്യം ഇങ്ങനെയാണ്, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെന്നിടത്തൊക്കെയോ കൃതാർത്ഥനായി വന്നു. അടുത്ത ഭാഗം, അവൻ അശൂർ രാജാവിനോട് മത്സരിച്ചു, അവനെ സേവിക്കാതിരുന്നു. ആമേൻ. ദൈവം ഒരുത്തനോട് കൂടെ നിൽക്കാൻ തുടങ്ങിയാൽ, ദൈവം ഒരുത്തൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ
അവൻ്റെ യുദ്ധങ്ങളെ അവൻ ജയിക്കുവാൻ തുടങ്ങും. ഞാൻ ആവർത്തിക്കട്ടെ, ദൈവം ഒരുത്തൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവൻ്റെ യുദ്ധങ്ങളെ അവൻ ജയിക്കാൻ തുടങ്ങും. ഹിസ്കിയാവിന് മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാർ അശൂർ രാജാവിന് കീഴ്പ്പെട്ടിരുന്നപ്പോൾ, അശൂർ രാജാവിന് കപ്പം കൊടുത്തിരുന്നപ്പോൾ അവരനുഭവിക്കേണ്ട നന്മകളെല്ലാം അശൂർ രാജാവിന് കപ്പം കൊടുത്ത് രാജ്യം മുടിഞ്ഞു തീരുമ്പോൾ, ദേശാന്തകാര ശക്തികൾ അവനെ ഭരണം ചെയ്ത കാലത്തിനപ്പുറം അശൂർ രാജാവ് പറഞ്ഞു, ദൈവം എന്നോട് കൂടെയുണ്ടെങ്കിൽ, ദൈവത്തോട് ചേർന്ന് ഞാൻ പ്രവർത്തിക്കുമെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ, ദൈവം നിന്നോട് ചേർന്ന് പ്രവർത്തിക്കുമെങ്കിൽ നീ യുദ്ധങ്ങളെ ജയിക്കും. ദൈവത്തോട് ചേർന്ന് ദൈവം നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെങ്കിൽ ഒന്ന്, നമ്മൾ പ്രോസ്പർ ചെയ്യപ്പെടും. ദൈവവും നമ്മളും ഒന്നിച്ച് പ്രവർത്തിക്കുമെങ്കിൽ രണ്ട്, നമ്മൾ യുദ്ധങ്ങളെ ജയിക്കുക. മൂന്ന്, ദൈവവും നമ്മളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ പുറപ്പാട് 4:12 അവിടെ മോശ ദൈവത്തോട് പറയുകയാണ്, അപ്പ ഞാൻ വിക്കനാ, ഞാൻ തടിച്ച നാവുള്ളവനാ, എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, എന്നെങ്കിലും ഒരു ഉണർവ് സംഭവിച്ചാൽ, എന്നെങ്കിലും ഞാൻ അഭിഷേകം പ്രാപിച്ചാൽ, എന്നെങ്കിലും ഒരു ദൈവ സാന്നിധ്യം അനുഭവിച്ചാൽ അന്ന് എൻ്റെ വിടുതലാണെന്ന് പ്രതീക്ഷിച്ചതുപോലെ ഹോരേബിൻ്റെ മുൾപ്പടർപ്പിൽ എൻകൗണ്ടർ ഉണ്ടായി. കൈ മാർവിടത്തിലിട്ടു, കുഷ്ഠം വന്നിയും അതൊക്കെ മാറി, വടി പാമ്പായി എല്ലാം മാറി. ഒത്തിരി അത്ഭുതം ഞാൻ കണ്ടു, ഒത്തിരി അടയാളം ഞാൻ കണ്ടു. പക്ഷേ എൻ്റെ നാക്ക് മാത്രം എന്തോ പറ്റിയില്ല, വിടുതലായില്ല. ഇന്ന് പകൽ നീ തിരിച്ചറിയണം, നീ ഒത്തിരി ആരാധനകൾ കഴിഞ്ഞിട്ടോ, ഒത്തിരി വിടുതലുകൾ കണ്ടിട്ടോ, ഒത്തിരി അടയാളങ്ങൾ കണ്ടിട്ടോ, ഒത്തിരി ദൈവ സാന്നിധ്യം കണ്ടിട്ടോ, ഒത്തിരി എൻകൗണ്ടർ കണ്ടിട്ടോ, നിന്റെ ജീവിതത്തിൽ വിടുതൽ കിട്ടാത്ത ചില വിഷയങ്ങൾ അവിടെ സസ്റ്റെയിൻ ചെയ്യോ. അപ്പോൾ കർത്താവ് മോശയുടെ അടുക്ക പറയാ, മോശേ, നിന്റെ വടിയോടുകൂടെ ഞാൻ ഇരിക്കുമെന്ന് പറഞ്ഞോ? ഇല്ല. നിന്റെ ഹിമം പോലെ വെളുത്ത കൈയോടുകൂടെ ഞാൻ ഇരിക്കുമെന്ന് പറഞ്ഞോ? ഇന്ന് പകൽ ഞാൻ പറയാ, അത്ഭുതം കണ്ടവൻ പ്രാപിച്ച ദൈവ സാന്നിധ്യത്തെ കാട്ടിലോ വിടുതൽ ലഭിക്കാത്ത പ്രതികൂലത്തിൽ സസ്റ്റെയിൻ ചെയ്യുന്ന, പിടിച്ചു നിൽക്കുന്ന ദൈവ പൈതലെ, നിന്നോടുകൂടെയുള്ള സാന്നിധ്യം ഒരു പടി മുകളിലായിരിക്കും. അത്ഭുതം നടന്ന വടിയോടുകൂടെയല്ല ദൈവം ഇരുന്നത്, രൂപാന്തരം വന്ന കൈയോടുകൂടെയല്ല ദൈവം ഇരുന്നത്. പകരം എൻകൗണ്ടർ വന്നിട്ടും സുഖപ്പെടാതിരുന്ന ആ വിക്കുവായോട് വാസ്തവത്തിൽ മോശയ്ക്ക് എൻകൗണ്ടർ ഉണ്ടായാൽ ആദ്യം ദൈവം തൊടേണ്ടത് എവിടെയായിരുന്നു? അവൻ്റെ നാവിനെയായിരുന്നു. ഇന്ന് പകൽ തിരിച്ചറിയണം, നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് അല്ല ദൈവത്തിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റ്. ചിലപ്പോൾ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിനെ ദൈവം അപ്സൈഡ് ഡൗൺ പിടിച്ചു നിർത്താം. ഒരു കാര്യം അറിയണം, നിന്റെ പ്രയോറിറ്റി ലിസ്റ്റിനെ ദൈവം തള്ളുമ്പോൾ അവൻ്റെ സാന്നിധ്യം മോശയുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഫസ്റ്റ് അവൻ്റെ വിക്കുമാറുക എന്നുള്ളതായിരുന്നു. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നേരാമണ്ണം വർത്താനം പറയാൻ കഴിയത്തില്ലെങ്കിൽ എന്തിനാ കർത്താവേ ജീവിച്ചത്? ആര് വർത്താനം പറയുന്നത് കേൾക്കുമ്പോഴും ഈ മനുഷ്യൻ്റെ അകത്ത് സങ്കടം വരിക. ആരുടെ ശബ്ദം കേട്ടാലോ, ആര് പാട്ട് പാടുന്നത് കേട്ടാലോ, ആര് ഉറക്ക പറയുന്നത് കേട്ടാലോ, ആര് ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്നത് കേട്ടാലോ ഈ മനുഷ്യൻ നിന്ന് ഞരങ്ങോ. പക്ഷേ ദൈവം മോശയുടെ അടുക്ക പറഞ്ഞു, മോശേ, നീ സുഖപ്പെടാത്ത വിഷയത്തിൽ, നീ വിടുതൽ അനുഭവിക്കാത്ത വിഷയത്തിൽ, നിന്റെ മാറിപ്പോകാത്ത പ്രശ്നത്തിൽ, നിന്റെ മാറിപ്പോകാത്ത ബലഹീനതയിൽ ഞാൻ നിന്റെ കൂടെ ഇരിക്കും, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ജീസസ്, ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, ബൈബിളിലെ ചില കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ പർപ്പസ് എന്തായിരിക്കുമെന്ന് ഇപ്പോഴും എനിക്കറിയാൻ കൊതിയുണ്ട്. പക്ഷേ ഈ സാന്നിധ്യത്തെ പറഞ്ഞിട്ട് മോശയ്ക്ക് അങ്ങോട്ട് കയറി പിടിക്കാൻ പറ്റിയില്ല. ദൈവം മോശയുടെ അടുക്ക് പറഞ്ഞു, ഓക്കെ, ഞാൻ അഹരോനെ വിട്ടുതരാം, അഹരോൻ നിനക്ക് വേണ്ടി സംസാരിക്കും. പക്ഷേ മോശ അഹരോൻ്റെ കമ്പാനിയൻഷിപ്പ് ചോദിക്കാതെ മോശ ഈ വിക്കുവായോടുകൂടെ ഒറ്റയ്ക്ക് ഫറവോൻ്റെ കൊട്ടാരത്തിൽ കയറിപ്പോയെങ്കിൽ എന്തായിരിക്കും നടക്കുന്നേ? സംതിങ് ബിയോണ്ട് അവർ ഇമാജിനേഷൻസ്. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവത്തോടൊരു എക്സ്ക്യൂസ് ചോദിക്കരുത്. ദൈവത്തോടൊരു ഒരു 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 ആഡ് ഓൺ ചോദിക്കരുത്. ചിലപ്പോൾ ആഡ് ഓൺ കിട്ടും. ആ ഭയങ്കര മിറക്കിൾ നമുക്ക് കാണാൻ കഴിയാതെ പോകും. ചിലപ്പോൾ ഒരു എക്സംഷൻ കിട്ടും. പക്ഷെ ആ ഭയങ്കര മിറക്കിൾ കാണാൻ കഴിയാതെ പോകും.
അഹരോൻ ഇല്ലായിരുന്നെങ്കിൽ ദൈവം എന്തായിരിക്കും ചെയ്യുന്നത്? അഹരോൻ ഇല്ലായിരുന്നെങ്കിൽ ദൈവം എന്തായിരിക്കും ചെയ്യുന്നത്? സംതിങ് എക്സ്ട്രാ ഓർഡിനറി, സംതിങ് സൂപ്പർ നാച്ചുറൽ, സംതിങ് സ്പെഷ്യൽ. ഇന്ന് പകൽ ഞാനൊന്ന് പറയട്ടെ, എൻ്റെ കൊച്ചുമക്കൾ കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ വളർന്നു വരുന്ന ആഗ്രഹത്തിൽ ചിലതൊക്കെ മാറിപ്പോകണമെന്നും ചിലതൊക്കെ കിട്ടണമെന്നും ആഗ്രഹം കാണും. ഡു നോട്ട് സ്ട്രഗിൾ വിത്ത് ഗാഡ്. ചിലത് ദൈവം അവിടെ വെച്ചേക്കുന്നെങ്കിൽ വെക്കട്ടെ. ചില ബലഹീനതകൾ ദൈവം നമ്മളിൽ വെച്ചേക്കുന്നെങ്കിൽ വെക്കട്ടെ. അവിടെയല്ലേ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടാൻ പറ്റുന്നേ. അവിടെയല്ലേ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ പറ്റുന്നേ. യേശു പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് എന്തും ചെയ്യാം, പക്ഷേ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. യോഹന്നാൻ 15:5 യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഭയങ്കരമായി ഫലം കായ്ക്കും. ഫലം കായ്ക്കുക എന്ന വാക്കിന് ഈൽഡ് ഫ്രൂട്ട് എന്നതിനെക്കാട്ടിലുപരി ആമേൻ, we can flourish. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ദൈവം നമ്മുടെ കൂടെ വസിച്ചാൽ ജാതികൾ നമ്മളെ അന്വേഷിച്ച് വരും ദൈവത്തിൻ്റെ അടുക്കലേക്ക്. We can grow if we walk with God, if we walk according to His Spirit, if we walk according to His guidance, we can flourish in the land. റഹബോത്ത് ഫ്ലറിഷ് ചെയ്യണം, സഭ ഫ്ലറിഷ് ചെയ്യണം. ഇവിടെ ഒരു പാസ്റ്ററുടെ ശുശ്രൂഷയല്ല ഫ്ലറിഷ് ചെയ്യുന്നത്. ദൈവം പ്രവർത്തിച്ചാൽ എളിയദാസൻ എന്ന് കൊതിയോടെ പറയുക, സ്വന്തമായതൊന്നുമല്ല, ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ. ഒരു സംഘടനയോട് ചേർന്നല്ലായിരിക്കാം, ഒരു പൊളിറ്റിക്സിനോട് ചേർന്നായിരിക്കത്തില്ല, ഒരു പാനലിനോടും ചേർന്നല്ല, പക്ഷേ with a deep confidence, aligned with God, accompanied by the Spirit. പൗലോസ് തിമോത്തിയോസിനോട് 2 തിമോത്തിയോസ് 4:17 പറയുന്ന ഒരു ഭാഗമുണ്ട്. കർത്താവോ എനിക്ക് തുണ നിന്നു. ഞാൻ ഒത്തിരി പറയുന്ന വാക്യം, കർത്താവോ എനിക്ക് തുണ നിന്നു. പക്ഷേ മലയാളത്തിൽ തുണ നിന്നു എന്ന് എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ വളരെ മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. He stood by me. ദൈവം എൻ്റെ കൂടെ നിന്നു. എന്തോ ചെയ്തെന്നറിയാമോ? പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ തികച്ചു. If you are with God, your ministry shall be accomplished, fulfilled. ഇന്ന് പകൽ കർത്താവ് അവരോട് കൂടെ നിന്ന് അവരോട് കൂടെ